ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു 800 ഗ്രാമോളം വരുന്ന ചിക്കനാണ്. അപ്പോൾ ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇത് 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. അതും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് 2 ടീസ്പൂണ് കോൺഫ്ലോർ. അപ്പോൾ ഈ ഒരു കോൺഫ്ലോർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് സോയാ സോസാണ് ചേർക്കുന്നത്. അതിന് കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണ് ചെറുനാരങ്ങയോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. സമയമുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ സമയം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ നമുക്കിത് അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ചെറിയൊരു മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 10-11 ചെറിയ ഉള്ളിയും പിന്നെ 8ഓളം പച്ചമുളക്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. അപ്പോൾ അത് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകുക, അതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാനിലേക്ക് ചൂടായി തുടങ്ങുന്ന പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ മാത്രം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട പാടെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മൾ ചിക്കനിലുള്ള മസാലയൊക്കെ എണ്ണയിലോട്ട് പോരും. അപ്പോൾ ചിക്കനൊന്ന് ഒരു ഭാഗത്ത് നന്നായിട്ട് മൊരിഞ്ഞ ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് എണ്ണയിൽ നിന്ന് കോരാൻ ഒരു 10 മിനിറ്റൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചതച്ച് വെച്ച മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കുമ്പോൾ നമ്മൾ ഈ ചേർത്ത മസാല അധികം മൊരിയാതെ സോഫ്റ്റായിട്ട് കിടക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു മസാലയും ചിക്കനൊക്കെ കിട്ടും. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്ത മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇതൊന്ന് കോരി മാറ്റാം. നമ്മളിതിലേക്ക് ചേർത്ത മസാല നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചിക്കനൊക്കെ ഫ്രൈ ആയി കിട്ടുമ്പോഴേക്കും മസാലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു എണ്ണയിൽ നിന്ന് കോരാൻ 10-15 മിനിറ്റൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ ഒരു മസാല ചേർത്ത് വറുത്ത് കോരുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഈ മസാലയും കൂടി കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ തന്നെയാണിത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതൊരു നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല എരിവുള്ളൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ബൈ.